പീറ്റർ റാബിറ്റ് എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലോ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞത് റോബിൻസൺ അങ്ങോട്ടേക്ക് വരുന്നതും പീറ്റർ ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ എന്താവുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നതും വരെയാണ്. അതോടെ ബാർണബാസ് റോബിൻസനെ കയറിലേക്ക് കെട്ടുകയും അവനെ തൂക്കാൻ നോക്കുകയും ചെയ്യുന്നു. ഇതോടെ പീറ്റർ ആണെങ്കിൽ അതൊക്കെ കണ്ട് ഞാൻ മോശം ആളായിരിക്കാം, പക്ഷേ ഇതിനൊക്കെ അവനെ കൊല്ലണോ എന്നൊക്കെ പറഞ്ഞ് പീറ്റർ സീരിയസ് ആവുമ്പോൾ ഇതൊക്കെ ചുമ്മാ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി തമാശയാക്കിയതാണെന്നൊക്കെ അവർ പറയുകയും ഞങ്ങളൊക്കെ ഒരു ടീമാണെന്ന് പറഞ്ഞ് അവർ ചിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബാർണബസും പീറ്ററും കൂടി പുറത്തൂടെ സംസാരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളാണെങ്കിൽ എന്നെ കക്കാനൊക്കെ പഠിപ്പിച്ചത് നിന്റെ അച്ഛനാണെന്നൊക്കെ പറയുകയും ഇത് കേട്ട് പീറ്റർ ഞാനും ഇവിടെ അങ്ങ് കൂടിയാലോ എന്നൊക്കെ പറയുമ്പോൾ നീ ഇവിടെ തന്നെ നിന്നോ എന്ന് അയാളും പറയുകയും നിന്റെ അച്ഛനും ഞാനും പണ്ടൊക്കെ വലിയ മോഷണം നടത്തി തിന്നും ജീവിച്ചും സുഖമായി നടന്ന് ജീവിക്കണമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം ബിയും തോമസും അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് വാ ഒളിക്കാമെന്ന് പറഞ്ഞ് അയാൾ അങ്ങ് ഒളിക്കുമെങ്കിലും പീറ്റർ ഒളിക്കുന്നില്ല. അതോടെ നീ എവിടെ ആയിരുന്നു എന്നൊക്കെ അവർ ചോദിക്കുകയും ഇപ്പോൾ ട്രെയിനിൽ പോകുമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു. ഇതിനിടെ ബെഞ്ചമിൻ ആണെങ്കിൽ നീ എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുമെങ്കിലും ഞാനൊന്ന് നടക്കാൻ പോയതാണെന്നൊക്കെ പറഞ്ഞ് അവൻ അതിൽ നിന്നും ഊരുന്നു. അങ്ങനെ അവർ ട്രെയിനിൽ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പീറ്റർ ആണെങ്കിൽ എന്തൊക്കെയോ ഓർത്ത് പുറത്തേക്ക് നോക്കുകയാണ്. അങ്ങനെ രാവിലെ ആയതും കോഴി കൂകുകയും ഗ്രാമത്തിലേക്കെത്തിയ അവരാണെങ്കിൽ അവിടുത്തെ പുല്ലുകളിലൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ ബെഞ്ചമിൻ വീണ്ടും പീറ്ററിനോട് ഇന്നലെ നടന്ന കാര്യം ചോദിക്കുമ്പോൾ പീറ്റർ അത് പറയാൻ തുടങ്ങുന്നു. ഞാൻ നമ്മുടെ അച്ഛന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി. അയാളുടെ പേരാണ് ബാർണബസ്. അയാൾ സിറ്റിയിലെ വലിയ കള്ളനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെങ്ങന്മാര് അടുത്തോട്ട് വരുന്നത് കൊണ്ട് മുഴുവൻ പറയാൻ പറ്റുന്നില്ല. ഇവരാണെങ്കിൽ ഗ്രാമത്തിലേക്ക് എത്തിയ സന്തോഷത്തിൽ പുല്ലുകളിലൂടെ താഴോട്ടേക്ക് ഉരുളുകയും ഇതൊക്കെ കണ്ട് തോമസിനും ഉരുളാൻ തോന്നുകയും അതോടെ അവൻ ഉരുളാൻ നോക്കുമ്പോൾ എന്തെങ്കിലും പറ്റുമെന്നൊക്കെ ബി പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞ് തോമസും അവരെ പോലെ ഉരുളാൻ തുടങ്ങുകയും അങ്ങനെ ഉരുണ്ടുരുണ്ട് അവസാനം സ്പീഡ് കൂടി ദേഹമാകെ അടിച്ച് വീഴുന്നു. ഇതോടെ കുട്ടികളെ പോലെ വലിയവർ കളിക്കാൻ പാടില്ല എന്ന് മുയലുകൾ പറയുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പീറ്റർ ബെഞ്ചമിനോട് ബാർണബസിന്റെ കൂടെയുള്ള കഥയൊക്കെ പറയുകയും അവർ വലിയ കള്ളനാണ്, അയാൾ നമ്മുടെ അച്ഛന്റെ ഫ്രണ്ടും കൂടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഈ സമയം തോമസും ബിയും പുറത്തേക്ക് പോകുമ്പോൾ പീറ്റർ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയും പീറ്റർ വീണ്ടും അവനോട് കാര്യം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇപ്പൊ അവർ നമുക്ക് കുറച്ചെങ്കിലും ഫുഡ് തരുന്നത് അവർക്ക് വേറെ കുഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ഭാവിയിൽ ഉടനെ അവർക്കൊരു കുഞ്ഞുണ്ടാവും, അതോടെ നമ്മുടെ കാര്യം തീരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബാർണബസിന് വലിയൊരു മോഷണത്തിന്റെ പ്ലാൻ ഉണ്ട്. അതിൽ നമ്മളും കൂടെ ചേർന്നാൽ നമുക്ക് പിന്നെ എവിടെയും കക്കാൻ പോവേണ്ടി വരില്ല, അതും നിന്ന് അങ്ങനെ ജീവിക്കാമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും പെങ്ങന്മാരോടും നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം കുറുക്കനാണെങ്കിൽ എലിയെ ട്രെയിനറാക്കി വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ പീറ്ററും കൂട്ടരും ട്രെയിനിലൊക്കെ കയറി ലണ്ടനിലേക്ക് എത്തുകയും ശേഷം ഓടി ഓടി ബാർണബസിന്റെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ ബാർണബസ് അവരെ കണ്ടതും നിങ്ങളെയൊക്കെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ കണ്ടതാണെന്ന് പറയുകയും ഇപ്പോ എല്ലാവരും വലുതായെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അതോടെ പീറ്റർ ബാർണബസിനോട് മറ്റേ വലിയ കക്കാനുള്ള പ്ലാനിനെ പറ്റി പറയുമ്പോൾ അത് വലിയ അപകടമാണെന്നൊക്കെ അയാൾ പറയുന്നു. ഞങ്ങളെ കൊണ്ട് അതിന് പറ്റുമെന്ന് പീറ്റർ വീണ്ടും പറയുകയും എത്രയോ അപകടം പിടിച്ച മെക്രിഗറിന്റെ ഫാമിൽ നിന്ന് വരെ കട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാൾ സമ്മതിക്കാത്തത് കണ്ട് ഞങ്ങൾ ഒരു ടീമാണ്, ഞങ്ങൾക്ക് അതുകൊണ്ട് എന്തും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അവർ അവരുടെ കഴിവുകളൊക്കെ പുറത്തേക്കെടുക്കുകയും അയാൾ അറിയാതെ അയാളുടെ കണ്ണട വരെ കട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയമാണെങ്കിൽ ബുക്ക് പബ്ലിഷർ ജോൺ തോമസിന്റെ കടയിലേക്ക് വന്ന് അവർക്ക് രണ്ടുപേർക്കും ബുക്കിന്റെ ഫൈനൽ കോപ്പി കാണിച്ചു കൊടുക്കുകയും അത് കണ്ട് അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇതോടെ ബി അവൾ വരച്ച മറ്റൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. അതിൽ മുയലുകളൊക്കെ പാന്റൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ട് അയാൾക്ക് ഇഷ്ടപ്പെടുമെങ്കിലും നമ്മൾ ഇനി മുതൽ അവർ പൂന്തോട്ടത്തിൽ നിൽക്കുന്നത് മാറ്റി കടൽ തീരത്തോ അല്ലെങ്കിൽ ബോട്ടിലോ സ്പേസ്ഷിപ്പിലോ വല്ലോ നിൽക്കുന്നതാക്കാമെന്ന് അയാൾ പറയുമ്പോൾ അതൊക്കെ ഓവർ ആവില്ലേ എന്ന് തോമസ് ചോദിക്കുകയും ഒന്നും ഓവർ ആവില്ല, വായിക്കുന്നവർക്ക് അത് കൂടുതൽ രസകരമാക്കുമെന്നും അയാൾ പറയുന്നു. ഇതിനിടെയാണെങ്കിൽ മുയലുകളൊക്കെ ഒന്നിച്ചു ചേർന്നതും ബാർണബസ് കക്കാനുള്ള പ്ലാൻ പറയാൻ തുടങ്ങുന്നു. ഇവിടെ അടുത്ത് കർഷകരുടെ മാർക്കറ്റ് ഉണ്ട്, അവിടെയാണ് നമ്മൾ കക്കാൻ പോകുന്നത്. അവിടെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കാണും, പക്ഷെ അത് നമ്മൾ എടുക്കുന്നില്ല, കാരണം അത് പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് നമ്മൾ കക്കാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അത് ഒരുപാട് കൊല്ലം കേടാവാതെ നിൽക്കുകയും ചെയ്യും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവിടെ നിന്ന് ആര് എന്ത് കട്ടാലും അത് പുറത്തെടുത്തിട്ട് അവർ നമ്മളെ വെറുതെ വിടും. അവിടുത്തെ കടക്കാരാണെങ്കിൽ പരസ്പരം ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് നമ്മൾ അവരെയൊക്കെ മറികടന്നാലും ആ ഡ്രൈ ഫ്രൂട്ട്സിന്റെ കടയുടെ മുന്നിൽ ഒരു പെൺകുട്ടിയുണ്ട്, അവളാണ് സാറ. അവളെ നമ്മൾ എന്ത് തന്നെ ചെയ്താലും അവളെ അവിടെ നിന്നും മാറ്റാൻ കഴിയാറില്ല. പക്ഷേ ഒരേ ഒരു വഴി നമുക്കുണ്ട്. ആ കടയുടെ ഓപ്പോസിറ്റിലുള്ള വില്യം എന്നൊരു പയ്യനുമായി അവൾക്ക് ചെറിയൊരു ഇഷ്ടമുണ്ട്. ആ ഒരു ഇഷ്ടം വെച്ച് നമുക്ക് അവളെ ശ്രദ്ധ തിരിക്കാമെന്നും ആ ടൈമിൽ തന്നെ ഡ്രൈ ഫ്രൂട്ട് മുഴുവൻ കക്കാമെന്നും അവർ പറയുന്നു. ഇതോടെ ഇത് കേട്ട പീറ്റർ അത് നമ്മൾ കട്ടാലും എങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് എത്തിക്കുന്നതെന്ന് അവർ ചോദിച്ചതും അതും പറയാൻ തുടങ്ങുന്നു.
പറയുന്നു. നമ്മളുടെ നേരെ മുകളിൽ ഒരു അപ്പൂപ്പൻ താമസിക്കുന്നുണ്ട്. അയാളാണെങ്കിൽ എല്ലാ ദിവസവും ആ മാർക്കറ്റിലേക്ക് പോയി സാധനം മേടിക്കാറുണ്ട്. പക്ഷേ അയാളുടെ വണ്ടിയുടെ ബാക്കിൽ അയാൾ ഒന്നും ഇടാറില്ല. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് സാധനം കയറ്റി അടിച്ചോണ്ട് വരാമെന്നും നമ്മൾ പിന്നെ 2-3 വർഷത്തേക്ക് തിന്ന് ജീവിക്കാമെന്നും അവർ പറയുന്നു. അങ്ങനെ ഇത് കേട്ടതും ഇതിനൊക്കെ കുറെ ആള് വേണ്ടേ എന്നൊക്കെ ബെഞ്ചമിൻ ചോദിക്കുമ്പോൾ കൂടുതൽ ആളുണ്ടാവുമ്പോൾ എല്ലാം ഈസി ആവുമെന്നും നിങ്ങളുടെ നാട്ടിൽ ആളുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാനും ബാർണബസ് പറയുന്നു. അങ്ങനെ അവർ നാട്ടിലേക്ക് പോവുകയും പന്നിക്കുട്ടനെയും താറാവിനെയും തവളയെയും മുള്ളം പന്നിയെയും ഒക്കെ കൂട്ടുകയും അങ്ങനെ ഓരോരുത്തരെ കൂട്ടി അവസാനം മാനിനെ വിളിക്കുമെങ്കിലും അവൻ അതൊന്നും കേൾക്കാത്തതുകൊണ്ട് ബിയുടെ വീട്ടിൽ നിന്നും ടോർച്ച് കട്ടെടുക്കുമ്പോൾ തോമസ് അങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല. ഇതിനിടെ തോമസ് ബി മൊയലുകൾ ബീച്ചിലിരിക്കുന്നതായിട്ടും സ്പേസിലിരിക്കുന്നതുമായിട്ടൊക്കെ വരച്ചത് കണ്ട് നീ പബ്ലിഷർ പറയുന്നത് പോലെ ചെയ്യണമെന്നൊന്നുമില്ല, നിന്റെ മനസ്സിൽ എന്ത് കഥയാണോ വരുന്നത് അങ്ങനെ ചെയ്താൽ മതിയെന്നൊക്കെ അവൻ പറയുകയും അവനാ തക്കാളി കാണിച്ച് ഇതുപോലത്തെ തക്കാളികൾ കർഷകരുടെ മാർക്കറ്റിൽ വിറ്റാലോ എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ തോമസ് പോയതും അവർ പീറ്ററിന്റെ കയ്യിലേക്ക് ടോർച്ച് കൊടുക്കുകയും പീറ്റർ ഇത് മാനിന് നേരെ അടിച്ചതും ടോർച്ച് എന്ന് പറഞ്ഞ് അവൻ കൂടെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ലണ്ടനിലേക്ക് എത്തിയതും പീറ്റർ റാബിറ്റിന്റെ ഫ്ലക്സ് ഒക്കെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. ഈ സമയം ബി ആണെങ്കിൽ പബ്ലിഷറുടെ കൂടെ ഒരു ബുക്ക് സ്റ്റാളിൽ നിന്ന് പുതിയ ബുക്ക് അവർക്കൊക്കെ കാണിക്കുമ്പോൾ എല്ലാവരും കൈയടിക്കുകയും അതും ഹിറ്റാവുകയും ഇതോടെ പബ്ലിഷർ ജോൺ അവൾക്കൊരു ആഡംബര കാർ ഗിഫ്റ്റായി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രി ആയതും തോമസ് പബ്ലിഷറിന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നു. ബി ഇപ്പോ പഴയതുപോലെയൊന്നുമല്ല, കാരണം നീ അവളോട് ഓരോ കഥയും പറഞ്ഞിട്ട് അവളിപ്പോ അതിന്റെ പുറകെയാണ് എന്നൊക്കെ പറഞ്ഞ് തോമസ് അവിടെ നിന്നും പോവാൻ നോക്കുമ്പോ നിനക്ക് ബോക്സിംഗ് അറിയില്ല എന്ന് അയാൾ ചോദിക്കുന്നത് കേട്ട് അറിയാമെന്ന് തോമസും പറയുകയും അതോടെ അയാൾ ബോക്സിംഗ് കളിക്കാമെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ തോമസ് ബോക്സിംഗ് കളിക്കാനായി റെഡിയായതും റിംഗിലേക്ക് കയറാൻ അറിയാത്തതുകൊണ്ട് അവൻ വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ബോക്സിംഗ് കളിക്കാൻ തുടങ്ങുകയാണ്. ഇതിനിടെ തോമസ് അവന്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. നീ അവളോട് ഓരോ കഥയൊക്കെ എഴുതാൻ പറഞ്ഞിട്ട് അവളെ ഒന്ന് സംസാരിക്കാൻ പോലും കിട്ടുന്നില്ല. ഞങ്ങൾ ഒരു കുട്ടിയെ വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷേ നിന്റെ കഥ കാരണം അവൾക്ക് ഒന്നിനും സമയമില്ലാതായി എന്നൊക്കെ തോമസ് പറയുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് ജോൺസ് ചോദിക്കുകയും ഇതിനിടെ അവന് നേരെ ഒരു ഇടിയിടിച്ച് സോറി പറയുകയും ചെയ്യുന്നു. ഇതോടെ ഇതൊക്കെ കേട്ട് അയാൾ ബിയോട് ഇനി ഇറങ്ങാൻ പോകുന്ന ബുക്കൊക്കെ കുറക്കുമെന്ന് പറഞ്ഞതും അവൾ തോമസിന്റെ അടുത്തേക്ക് വന്ന് അവനോട് ചൂടാവുകയും പബ്ലിഷർ ജോൺസ് പറയുന്നത് പോലെയുള്ള ബുക്ക് എഴുതിയാലേ വിറ്റുപോകും, അയാൾക്ക് ബുക്കിനെ പറ്റി എല്ലാം അറിയാമെന്ന് പറഞ്ഞ് ചൂടായി ഉള്ളിലേക്ക് കയറി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കക്കാനായി റെഡിയായിരിക്കുന്ന മൃഗങ്ങളെയാണ്. ഇതിനിടെ ബെഞ്ചമിൻ പീറ്ററിനോട് നമ്മളിത് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുകയും ഇത് കേട്ട പീറ്റർ നമ്മളിത് ചെയ്യണമെന്ന് പീറ്റർ പറയുകയും നിങ്ങൾക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാമെന്നൊക്കെ പീറ്റർ പറയുമ്പോൾ സഹോദരികൾ വിശ്വാസമില്ലാത്തതുപോലെ അവനെ നോക്കുന്നത് കണ്ടതും എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പീറ്റർ പറയുകയും കക്കാനായി റെഡിയാവുകയും ചെയ്യുന്നു. അതോടെ അപ്പൂപ്പൻ സാധനം മേടിക്കാൻ വണ്ടിയുമായി വന്നെന്ന് പൂച്ച സിഗ്നൽ കൊടുത്തതും എല്ലാ മൃഗങ്ങളും മാർക്കറ്റിലേക്ക് ഓടിക്കയറുകയാണ്. ബെഞ്ചമിൻ ആണെങ്കിൽ ചെടി വെച്ച് മറഞ്ഞൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പീറ്ററിന്റെ കൂടെയുള്ള മറ്റൊരു മൃഗം മ്യൂസിക് കേട്ട് ചെവി പൊത്തിയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പന്നിക്കുട്ടനാണെങ്കിൽ അവിടെയുള്ളതൊക്കെ കണ്ട് കൊതിയായി നോക്കുമ്പോൾ മറ്റുള്ളവർ അവനെ വലിച്ചു കൊണ്ടുപോകുന്നു. ഈ സമയം പീറ്ററും ബാർണബസും തൊട്ടടുത്തുള്ള കടക്കാരെയൊക്കെ എണ്ണയൊക്കെ തറയിലൊഴിച്ച് വീഴ്ത്തുകയും അങ്ങനെ ഓരോരുത്തരായി കടക്കാരെയൊക്കെ വീഴ്ത്തുകയും പന്നിക്കുട്ടൻ എല്ലാവരെയും ഇടിച്ചിട്ടൊക്കെ അതിലൂടെ പോവുകയും ഒടുവിൽ അവനും വീഴുകയും ചെയ്യുന്നു. അപ്പോഴേക്കും മറ്റ് പൂച്ചകൾ അപ്പൂപ്പന്റെ വണ്ടിയിലേക്ക് കയറി പറ്റുകയാണ്. അങ്ങനെ അപ്പൂപ്പൻ സാധനം മേടിച്ചുകൊണ്ടിരിക്കുന്നത് ബെഞ്ചമിൻ കണ്ടതും അവൻ നേരെ ചെന്ന് ഡ്രൈ ഫ്രൂട്ട്സിന്റെ കടയുടെ ഉന്തുവണ്ടി മാനിന്റെ കയറിൽ കെട്ടുന്നതോടെ അപ്പുറത്തെ കടക്കാരനായ വില്യം എന്ന പയ്യനെ പീറ്ററും ബാർണബസും തള്ളിയിടുകയും ഇതോടെ ഇത് കണ്ട പെൺകുട്ടി അവനെ എണീപ്പിക്കാനായി പോവുകയും ഇതിനിടെ പീറ്റർ തട്ടിയ വലിയ ചീസ് അവിടെ തക്കാളി വിറ്റുകൊണ്ടിരിക്കുന്ന തോമസിന് നേരെ ചെല്ലുകയും അതിൽ തട്ടി അവൻ വീഴുകയും ചെയ്യുന്നു. അതോടെ അവന്റെ തക്കാളികളൊക്കെ കടപൊളിഞ്ഞ് പൊട്ടിപ്പോവുകയും പീറ്ററിന് അവനാണെന്ന് മനസ്സിലായി സങ്കടമാവുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും തോമസ് പീറ്ററിനെ കാണുകയും ഈ സമയം മാന് ഡ്രൈ ഫ്രൂട്ട് വണ്ടിയുമായി ഓടുകയും അതോടെ പീറ്റർ ബാർണബസിന്റെ കൂടെ പോവുകയും ചെയ്യുന്നു. എന്നാൽ ബാർണബസിന്റെ ആൾക്കാര് പീറ്ററിന്റെ കൂടെയുള്ളവരോട് അടുത്തുള്ള പെറ്റ് ഷോപ്പിലേക്ക് കയറി നിൽക്കാൻ പറയുകയും അങ്ങനെ അവർ അതിലേക്ക് ഓടിക്കയറുകയും ചെയ്യുന്നു. അപ്പോഴേക്ക് മാനാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് വണ്ടിയിലേക്ക് എത്തിച്ചതും എലി പെറ്റ് ഷോപ്പ് പൂട്ടി അവരെ അവിടെ കുടുക്കി കളയുകയും എലി അവിടെ നിന്നും വണ്ടിയിലേക്ക് കയറുകയും ചെയ്യുന്നു. അങ്ങനെ വണ്ടിയിലേക്ക് കയറിയ പീറ്റർ ആണെങ്കിൽ എന്റെ കൂടെയുള്ളവരൊക്കെ എവിടെയെന്ന് ചോദിക്കുകയും ഈ സമയം പെറ്റ് ഷോപ്പിലുള്ളവർ അവരെ ഓരോരുത്തരെയായി കൂട്ടിലടക്കുകയും അവരെ ഓരോരുത്തരെയായി വണ്ടിയിലേക്ക് കയറ്റുന്നതും പീറ്റർ കാണുകയും അവരെ എന്തിനാണ് അവർക്ക് വിട്ടുകൊടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവര് കൂടെ ഉണ്ടെങ്കിൽ അവർക്കൂടെ ഫുഡ് കൊടുക്കണമെന്ന് ബാർണബസ് പറയുകയും അവരില്ലെങ്കിൽ നമുക്ക് തന്നെ മുഴുവൻ തിന്നാമെന്നും അവർ പറയുന്നു. ഇതിനിടെ തോമസ് ഇതൊക്കെ കാണുമെങ്കിലും അവന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ രണ്ട് വണ്ടിയും അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ഇതോടെ പീറ്റർ ആണെങ്കിൽ നിങ്ങൾ എന്റെ അച്ഛന്റെ ഫ്രണ്ടായിട്ടും എന്തിനാ എന്നോട് ഇങ്ങനെ ദ്രോഹം ചെയ്തതെന്ന് അവൻ സങ്കടത്തോടെ ചോദിക്കുന്നു. അങ്ങനെ അയാൾ അത് പറയാനും തുടങ്ങുന്നു. എന്നെ പെറ്റ് ഷോപ്പുകാർ പിടിച്ചപ്പോ എനിക്ക് വയസ്സായത് കൊണ്ട് ഒരു കുട്ടിയും എന്നെ മേടിക്കാൻ താല്പര്യപ്പെട്ടില്ല. അതിന് കാരണം എല്ലാ കുട്ടികളും പീറ്റർ റാബിറ്റ് എന്ന ബുക്ക് വായിച്ച് നിന്നെ പോലെയുള്ള മുയലുകളെ മാത്രമായി കുട്ടികൾ മേടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ നിന്റെ ബുക്ക് മുഴുവനായി പഠിച്ചു.
ശ്രമിച്ചു. അതിലൂടെ നിന്റെ കഥ മുഴുവനായി എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ നിന്നെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നീ എന്റെ അടുത്തേക്ക് തന്നെ എത്തിപ്പെട്ടു എന്ന് അയാൾ പറയുകയും നീ അവരെ അങ്ങ് മറന്നേക്ക്, എന്നിട്ട് ഞങ്ങളോടൊപ്പം കൂടിക്കോ എന്ന് അയാൾ പറഞ്ഞതും ഇല്ല എന്ന് അവൻ പറയുകയും അവരെ അപകടത്തിലാക്കിയത് ഞാനാണെന്ന് പറഞ്ഞ് അവൻ വണ്ടിയിൽ നിന്നും അങ്ങ് ചാടുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ ഓടി ഓടി ഒടുവിൽ പെറ്റ് ഷോപ്പിന്റെ അടുത്തേക്ക് എത്തിയതും ഓരോ ആൾക്കാരൊക്കെ പെറ്റ് ഷോപ്പിൽ നിന്നും പീറ്ററിന്റെ കൂടെയുള്ളവരെ ഓരോരുത്തരായി മേടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവൻ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നോക്കുന്നുണ്ടെങ്കിലും എല്ലാവരും പോയത് കണ്ട് അവന് സങ്കടമാവുകയും ഈ സമയം തോമസ് പുറകിലൂടെ വന്ന് ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന് ചോദിക്കുമെങ്കിലും അവൻ മിണ്ടാത്തത് കണ്ട് അവരെയൊക്കെ ആരോ മേടിച്ചു പോയെന്ന് മനസ്സിലായതും തോമസ് പെറ്റ് ഷോപ്പിലെ ഓണറോട് ഇപ്പോ ഇവിടെ നിന്നും മൃഗങ്ങളെ മേടിച്ചവരുടെ ഡീറ്റെയിൽസ് എനിക്ക് ഇപ്പൊ കിട്ടണമെന്നൊക്കെ പറയുകയും അവരത് കൊടുക്കാത്തതും കണ്ട് അവൻ തക്കാളി വിറ്റ മുഴുവൻ പൈസയും കൊടുത്ത് ഡീറ്റെയിൽസും മേടിച്ച് അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. അവൻ നോക്കുമ്പോൾ ഓരോ മൃഗങ്ങളെയും വ്യത്യസ്ത ആൾക്കാരാണ് മേടിച്ചു പോയതെന്ന് കാണുന്നു. അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് നീ കാരണം എത്ര മൃഗങ്ങളാണ് അപകടത്തിലായതെന്നൊക്കെ പറയുകയും ഇത് കേട്ട പീറ്റർ ഞാൻ നല്ലതൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ അതൊന്നും നീ കാണാറില്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തോ അതൊക്കെ നീ കാണാറുമുണ്ട് എന്നൊക്കെ അവൻ പറഞ്ഞതും നീ ഇംഗ്ലീഷ് സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞ് തോമസ് ആദ്യത്തെ സിനിമയിൽ ഞെട്ടിയതുപോലെ വീണ്ടും ഞെട്ടുകയും ആ സമയം പെട്രോൾ തീർന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ തോമസ് ദേഷ്യപ്പെട്ട് വണ്ടി തള്ളാൻ തുടങ്ങുകയാണ്. ഈ സമയം പീറ്റർ ഞാൻ എന്തൊക്കെ ദ്രോഹം നിന്നോട് ചെയ്തിട്ടും നീ എന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ തോമസിനോട് ചോദിക്കുന്നു. അങ്ങനെ അത് കേട്ടതും നിങ്ങളൊക്കെ ഒരു അപകടത്തിൽ പെടുമ്പോ ചുമ്മാ നോക്കി നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ അവൻ പറഞ്ഞതും നിന്റെ തക്കാളിക്കട ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പൊളിച്ചതൊന്നുമല്ല, അത് അറിയാതെ പറ്റിയതാണെന്നൊക്കെ പറയുകയും നീ എന്നോട് ക്ഷമിക്കണമെന്നും അവൻ പറയുന്നു. അങ്ങനെ വണ്ടി തള്ളി തളർന്ന തോമസ് അവിടെ ഇരിക്കുകയും പീറ്റർ ഒരു കാര്യം കൂടി പറയാൻ തുടങ്ങുന്നു. ഞാനൊരാളെ സിറ്റിയിലൂടെ നടക്കുമ്പോ കണ്ടുമുട്ടി, അയാൾക്കാണെങ്കിൽ എന്നെ വലിയ കാര്യമായിരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്, പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ എന്നെ അയാളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു, അതുപോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ഞാനൊരു മണ്ടനാണെന്നൊക്കെ അവൻ സങ്കടത്തോടെ പറയുന്നത് കേട്ട് നീ മണ്ടനല്ല എന്ന് തോമസ് അവനോട് പറയുകയും നീ കുട്ടിയായതുകൊണ്ടാണ് ഇതുപോലത്തെ കുസൃതികളൊക്കെ കാണിക്കുന്നത്, ചില സമയത്തൊക്കെ ഞാൻ നിന്നോട് വളരെ മോശമായാണ് പെരുമാറിയത്, കാരണം എന്റെ ചെറുപ്പത്തിൽ തന്നെ എന്റെ അച്ഛൻ മരിച്ചു പോയായിരുന്നു, അതുകൊണ്ട് ഒരു അച്ഛൻ എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് തോമസ് പറഞ്ഞതും എന്നോടാണോ പറയുന്നതെന്നൊക്കെ പീറ്റർ ചോദിക്കുകയും ആടാ നിന്നോട് തന്നെ, നീയും മറ്റുള്ളവരുമൊക്കെ എന്റെ കുട്ടികളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവൻ പറയുന്നു. അങ്ങനെ പീറ്റർ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ വണ്ടി ഉരുണ്ടു പോകുന്നു എന്ന് പീറ്റർ പറയുകയും അത് കണ്ട തോമസ് വണ്ടി നിർത്താൻ നോക്കുന്നുണ്ടെങ്കിലും പുറകിലെ വാനിനിടിച്ചാണ് വണ്ടി നിൽക്കുന്നത്. ഇതേ സമയമാണെങ്കിൽ ബി പബ്ലിഷറിന്റെ കൂടെ ഒരു മീറ്റിംഗിൽ നിൽക്കുകയാണ്. അവിടെയുള്ളവരും പബ്ലിഷറും ചേർന്ന് പീറ്റർ റാബിറ്റിനെ വെച്ച് ഒരു ആക്ഷൻ സിനിമയൊക്കെ എടുക്കാമെന്നൊക്കെ ബിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാൽ ഇതിനിടെ തോമസും പീറ്ററും അങ്ങോട്ടേക്ക് കയറി വരികയും ഇത് കണ്ട പബ്ലിഷർ തോമസിന് കൈയൊക്കെ കൊടുക്കുകയും കൂടെ പീറ്ററിനെ കണ്ട് അയാൾ അവനെ അങ്ങ് എടുക്കുകയും ശേഷം ഇവൻ ഫേസിൽ പോയാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞ് അവന്റെ തലയിൽ ഗ്ലാസ് അങ്ങ് വെക്കുകയും അവർക്കൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ബി അവനെ അങ്ങ് മേടിക്കുകയും നിങ്ങൾ പറയുന്നത് പോലെയൊന്നും എനിക്കിനി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതും അങ്ങനെ പറയല്ലേ എന്നൊക്കെ പബ്ലിഷർ പറയുമെങ്കിലും ഇനി ഞാൻ ഒറ്റക്കെഴുതി ബുക്ക് ഇറക്കിക്കൊള്ളാമെന്ന് പറയുകയും അങ്ങനെ അവനത് കേട്ടതും എന്നെ കടത്തിയൊന്നും നിനക്കിനി പീറ്റർ റാബിറ്റ് എന്ന ബുക്കേ ഇറക്കാൻ പറ്റില്ല എന്ന് അവൻ പറയുന്നു. അതോടെ ബി ആണെങ്കിൽ കാണാമെന്നും പറഞ്ഞ് തോമസിന്റെ കൂടെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ അവർ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ തോമസ് അവളോട് പറയുകയും അവർ ഓരോ അഡ്രസ്സിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ആദ്യത്തെ താറാവിനെയും മുള്ളൻപന്നിയെയും ഒക്കെ ഈസി ആയിട്ട് രക്ഷപ്പെടുത്തുമെങ്കിലും ബെഞ്ചമിനെ രക്ഷപ്പെടുത്താൻ അവർ കുറച്ച് പാടുപെടുകയും അവസാനം വെള്ളത്തിലൂടെയൊക്കെ പീറ്റർ അവനെ രക്ഷിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. പിന്നീട് തവളയെ രക്ഷിക്കാൻ താറാവിനെ വിടുകയും അതിനെയും ഈസിയായി രക്ഷപ്പെടുത്തുകയും ശേഷം മാനിനെ ബിയും തോമസും ഈസിയായി കൂട്ടിക്കൊണ്ടുവരികയും ഈ സമയം പീറ്ററും ബെഞ്ചമിനും മറ്റൊരുത്തനെ കണ്ടുപിടിക്കുമ്പോൾ തോമസ് പീറ്ററിന്റെ പെങ്ങന്മാരെയൊക്കെ ഒരു ഫ്ലൈറ്റിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ അവസാനമായി അവർ പന്നിക്കുട്ടനെയും രക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പന്നിക്കുട്ടനെ മേടിച്ച കടക്കാരൻ പുറകെ തന്നെ വരികയും അതോടെ ഇത് കണ്ട മുള്ളൻപന്നി ബ്രേക്ക് ലൈറ്റ് പൊളിച്ച് ആ വയറങ്ങ് കടിക്കുകയും അതോടെ ഷോക്കേറ്റ് മുഴുവൻ മുള്ളും തെറിക്കുമ്പോൾ വരുന്നവരങ്ങ് വീണു പോവുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരെയും രക്ഷിച്ചതും പീറ്റർ അവന്റെ തെറ്റ് മനസ്സിലാക്കി എടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് അവിടെ നിന്നും തിരിച്ചെടുക്കുമ്പോൾ ബാർണബസ് ഗാങ് പീറ്ററിന്റെ ആൾക്കാരെ പിടിച്ചു വെക്കുകയും ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പൂപ്പൻ പോവാൻ നിൽക്കുന്ന വണ്ടിയിൽ അവരെയൊക്കെ അവരറിയാതെ കെട്ടിവയ്ക്കുകയും അങ്ങനെ അവർ ഓരോരുത്തരായി വണ്ടിയുടെ കൂടെ വലിഞ്ഞു പോവുകയും അത് പെറ്റ് ഷോപ്പിന്റെ അടുത്തുകൂടെ പോകുന്നത് കൊണ്ട് അവരെയൊക്കെ പെറ്റ് ഷോപ്പിൽ അടക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരെടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നീ പബ്ലിഷർ പറയുന്നത് പോലെ ബുക്ക് എഴുതുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് തോമസ് പറയുകയും ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റായി ചെയ്തെങ്കിൽ ക്ഷമിക്കണമെന്നും അവൻ പറയുമ്പോൾ എന്റെ അടുത്താണ് തെറ്റെന്ന് ബി പറയുകയും ഞാൻ ഫാമിലിയെ ഒന്നും ഓർക്കാതെ അവൻ പറയുന്നത് പോലെ ബുക്ക് എഴുതാൻ നോക്കിയതാണെന്ന് പറഞ്ഞ് അവൾ അവനോട് സോറി പറയുകയും അവർ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ സമയം പീറ്റർ ആണെങ്കിൽ ഞാൻ ചെയ്തതിനൊക്കെ ക്ഷമിക്കണമെന്നൊക്കെ അവരോട് പറയുകയും ഇത് കേട്ട ബെഞ്ചമിൻ ചെവി പൊത്തിയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുകയും ഞാൻ ചുമ്മാ നിന്നെ കളിയാക്കിയതാണെന്നൊക്കെ ബെഞ്ചമിൻ അവനോട് പറയുകയും നമ്മൾ
ഒരു ടീമല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതൊന്നും കേൾക്കാത്തതുപോലെ ചെവി പൊത്തിയിരിക്കുകയായിരുന്നു എന്ന് പീറ്ററും കാണിക്കുകയും അവനെ പറ്റിച്ച് അവർ സന്തോഷത്തോടെ ഗ്രാമത്തിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ്. തോമസിനും ബിക്കും ഇപ്പോൾ ഒരു പെൺകുഞ്ഞ് പിറന്നിരിക്കുകയാണ്. പീറ്ററും കൂട്ടരുമാണെങ്കിൽ അവളെ അവരുടെ പെങ്ങളായിട്ടാണ് കാണുന്നത്. ഇതിനിടെ കഥയുടെ രണ്ടാം ഭാഗം ഇറങ്ങാൻ പോകുന്നു എന്ന് ഒരുത്തി പറഞ്ഞതും അതിന്റെ പേരെന്താണെന്ന് പീറ്റർ അവളോട് ചോദിക്കുകയും പീറ്റർ റാബിറ്റ് 2 എന്ന് അവൾ പറഞ്ഞതും അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പീറ്റർ പറയുകയും ഇതിന്റെ രണ്ടാം ഭാഗമൊന്നും എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല എന്ന് അവൻ പറയുമ്പോൾ സിനിമ ഇവിടെ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടെന്ന് ഉറപ്പായും കമന്റ് ചെയ്യുക. 2021 $41 മില്യൺ പുറത്തിറങ്ങിയ സിനിമ $153 മില്യൺ ആണ് വേൾഡ് വൈഡായി കളക്ഷൻ നേടിയത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ ഫ്രം RN.